ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക നേഴ്സസും ഹിക്വ എന്താണെന്നും അതിന്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും പ്രിപ്പയർ ആയിട്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ അവരോട് HSCയെ കുറിച്ച് ചോദിച്ചാൽ 80% നേഴ്സസും ഫെയിൽ ആകുകയാണ് ഉണ്ടാകുന്നത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് HSCയെ കുറിച്ചും ഹിക്വയെ കുറിച്ചുമാണ്. ഹിക്വ ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ അതോറിറ്റിയാണ്. ഹിക്വ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും പ്രവർത്തിക്കുന്നതും അവിടുത്തെ റെസിഡന്റിന്റെ ക്വാളിറ്റി ഓഫ് കെയറും പേഷ്യന്റ് സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യുന്നതും ആ ഒരു സ്റ്റാൻഡേർഡിലൂടെ ആയിരിക്കും. HSCയിലേക്ക് വരുമ്പോൾ HSC ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഹിക്വ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഈ ഫെസിലിറ്റിയിലെല്ലാം ഫോളോ ചെയ്യുക എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുന്നത് HSC ആയിരിക്കും. ഹിക്വയ്ക്കാണ് ഒരു സ്ഥാപനത്തിൽ ഇൻസ്പെക്ട് ചെയ്ത് അവിടെ റിപ്പോർട്ട് ഉണ്ടാക്കി അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഹിക്വയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ HSCയിലേക്ക് വരുമ്പോൾ ഈ സ്ഥാപനങ്ങളിൽ ആ ഒരു പോളിസി പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതും HSCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ സേഫ് ഗാർഡിങ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നത് ഹിക്വയ്ക്കായിരിക്കും. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഫർദർ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതും അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസി പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള കൺസേൺസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് HSC ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.